അപ്പൊ ഇൻട്രോ എല്ലാം പറയുന്നത് കേട്ടിട്ട് നിച്ചൂട്ടിന്റെ കളിയെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല കളിയിലാണല്ലോ, രാവിലെ നല്ല ഉറക്കെല്ലാം എണീച്ചതായിരിക്കും. പക്ഷെ എല്ലാ സമയം രാത്രി 11 മണിയാന്ന് കേട്ടാ. അതാണ് ഈ ആയതാ. ആരാ നിച്ചൂട്ടി? ആരോ വിളിച്ചതാ. 11 മണിക്കാന്ന് രാത്രി ഇൻട്രോ എടുക്കുന്നത്. നിച്ചൂട്ടി ഇത് ആക്റ്റീവായിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുവന്ന്. അപ്പൊ എന്താ 11 മണിക്ക് ഇൻട്രോ എന്ന് വെച്ചാല് നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അപ്പൊ ഇൻട്രോ പറയാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും നീച്ചൂട്ടി കളിക്കുന്നുണ്ട്, ഇപ്പോഴേ ഉറങ്ങാനൊന്നും പറ്റൂല. അപ്പൊ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എവിടെയാ പോകുന്നേ എന്താന്നുള്ളതൊക്കെ നാളെ പറയാട്ടാ. അപ്പൊ ഇപ്പൊ എങ്ങനെയെങ്കിലും ഉറക്കാൻ നോക്കട്ടെ, രാവിലെ എണീക്കേണ്ടതാണ്. 11 മണിക്ക് നല്ല കളിയിലാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ആയി. നമ്മൾ രാത്രി പറഞ്ഞതല്ലേ കിടന്നുറങ്ങിച്ച് കാണാമെന്ന്. അപ്പോൾ ഇത്ര പെട്ടെന്ന് രാവിലെ ആയിപ്പോയി. അപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം മാറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോവാന്ന് കേട്ടോ. ഒരു ചക്കക്കുരു വന്നിട്ടുണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ അമ്മേനെയും വല്യമ്മേനെയും അച്ഛനെയും ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് പോവാതെ നമ്മൾ പോകുന്നില്ല കേട്ടോ. അവർ പാലക്കാട് പോകുന്നത്. അമ്മേൻ്റെ നാട് പാലക്കാട്. നിങ്ങൾ പണ്ടത്തെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒറ്റ ദിവസത്തെ ട്രിപ്പാണ്. ഒന്ന് പോയി നാളെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ 9:10 ട്രെയിന്. അപ്പോൾ ഇപ്പോൾ 7:30 സമയം. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങട്ടെ കേട്ടോ. കാണിക്കാമ്മേ ചുരിദാർ സാറല്ല ബാഗല്ല ആവാ അതാ മല്ലുമേലെ ബാഗ്. അമ്മ ചുരിദാറിലിട്ട് സുന്ദരി മണിയായിട്ടുണ്ടേ. സുന്ദരി തനുണി മണികള്. വാ ഇറങ്ങിക്കോ. അമ്മ ചുരിദാറിട്ട് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. കാണാത്ത കാഴ്ചയായോണ്ട് നമുക്ക് അറിയിക്കാം. വലിയ തൂക്കി പിടിച്ചോ, ഷോൾഡർ വേന എടുക്കണ്ട. വണ്ടിയിൽ വെച്ചോ. ചുട്ടി പോവാ. നിച്ചൂട്ടിയോട് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ പോകണമെന്ന്. അതുകൊണ്ട് രാവിലെ ജസ്റ്റ് നിച്ചു എന്ന് വിളിക്കുമ്പോൾ തന്നെ ഓടി എണീച്ചിട്ട് നമുക്ക് പോവാന്നെല്ലാം പറഞ്ഞ് അങ്ങനെ റെഡി ആയതാണ്. പക്ഷേ ആ ഉറക്കത്തിൻ്റെ ഒരിതുണ്ടല്ലോ, അതുകൊണ്ട് വണ്ടി കയറി ഉടനെ എൻ്റെ മേത്ത് ഉറങ്ങിയിട്ടുണ്ടായിനി. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. റോഡെല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. എന്നാലും കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ലല്ലോ, വൈകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വേഗം ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എത്ര മണി, ഒരു 8 മണി 8:15 തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഒരു മണിക്കൂറോളം സമയമുണ്ട് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി ഇറങ്ങി പോകുമ്പോൾ തന്നെ ഇതാ കുറേ നാളായി ട്രെയിനിൽ പോയിട്ട്. ട്രെയിനിൽ പോകാൻ കൊതിയാവുന്നു ഇപ്പോൾ ട്രെയിൻ കാണുമ്പോഴേക്ക്. ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിനി. നിച്ചൂട്ടി ആ സമയം നല്ല ഉറക്കം തന്നെയാണ്. ഒന്നും അവിടെ എത്തിയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ആശാത്തി. അമ്മക്കും വലിയമ്മക്കും അച്ഛനും ഒരു യാത്രയായി. ട്രെയിനിലെല്ലാം പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ കണ്ണൂർ സ്റ്റേഷനിൽ നമുക്ക് സബ്വേ ഉണ്ടല്ലോ, അടിയിലേക്കൂടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതുവഴി അമ്മയും അച്ഛനൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കെന്ന് അങ്ങനെ നടന്നിട്ട് അതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതിലേ പോകുമ്പോൾ തന്നെ ഇങ്ങനെ തെയ്യത്തിൻ്റെ ഒരു പ്രതിമയും അതുപോലെ 2 സൈഡിലായിട്ട് ഫുള്ളായിട്ട് ചിത്രമെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയവർക്ക് അറിയായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ണൂർ ഓരോ എന്താ പറയുക സ്ഥലങ്ങളും അതുപോലെ തന്നെ ഓരോ പ്രത്യേകതയുള്ള സംഭവങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് അങ്ങ് എത്തുന്നവരെ ഫുള്ള് ചിത്രങ്ങളാണ്. നമ്മളെ വണ്ടി 3rd പ്ലാറ്റ്ഫോമിലാണ് വരിക. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നു. ഏകദേശം കോച്ചെല്ലാം എവിടെയാണ് വരിക എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഇളം ലൈറ്റ് വെയിലുണ്ട്, അതുകൊണ്ട് ഒരു സുഖമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹാർഡാകുമ്പോഴല്ലേ നമുക്ക് ചൂടെടുക്കുമല്ലോ, അതുകൊണ്ട് ചൂടെടുക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. നിച്ചൂടി ട്രെയിൻ വരുന്നതും പോകുന്നതും ഒന്നും അറിയുന്നില്ല, നല്ല ഉറക്കമാണ്. Train number 06023 Shortbound Kannur special train.
ഇവരെ ട്രെയിൻ കുറച്ച് ലേറ്റ് ഉണ്ടായിന്, ഒരു 9:30 എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നിച്ചുടിനെ എണീപ്പിച്ചു. അമ്മമ്മ അച്ഛച്ചും പോകുമ്പോൾ ടാറ്റ പറയണല്ലോ, അതുകൊണ്ട് അങ്ങനെ എണീച്ച് നിച്ചു ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്ക് ട്രെയിൻ വരികയും ചെയ്ത്. അതിനകത്ത് നമ്മൾ റിസർവ് ചെയ്തിന് സീറ്റ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കയറി ആ സീറ്റിൽ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് തിരക്കും കാര്യങ്ങളും സീറ്റ് കിട്ടൂലോ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ട്രെയിൻ വന്ന് ഇവർ കയറുകയാണ്. അപ്പം കുറച്ച് നേരമല്ലേ നിർത്തൂ. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നേരത്തെ കയറി ഇരുന്ന് വർത്താനം പറഞ്ഞ് നമുക്കൊന്ന് കയറുവെല്ലാം ചെയ്യാം, നിച്ചുട്ടിനെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് വന്ന് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് അധികം സമയം നിർത്തിയിടൂലല്ലോ. അതുകൊണ്ട് അച്ഛനും അമ്മയും വല്യമ്മയും വേഗം തന്നെ കയറിയിട്ട് നമ്മൾ നിന്ന് അവിടെ തന്നെ കറക്റ്റ് അവിടെ തന്നെയാണ് സീറ്റ് ഉണ്ടായേ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് ടാറ്റ ബൈ ബൈ സി യു എല്ലാം പറഞ്ഞ് പോകുന്ന സമയത്ത് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അത്രയും നേരം പിടിച്ചു നിന്നിനെ. പക്ഷെ പോകാനാകുമ്പോഴേക്കും എന്തോ പെട്ടെന്ന് അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ അമ്മയും അച്ഛനും ഒരുമിച്ച് ഇങ്ങനെ ടാറ്റ പറയുമ്പോൾ എന്തോ ഒരു സങ്കടമായിപ്പോയി. അങ്ങനെ അവരെ ട്രെയിൻ അങ്ങോട്ട് പോയി. നിച്ചുവിനും കുറച്ച് വിഷമമായി, നമുക്കും പോകണ്ടേ അപ്പോൾ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എന്തെല്ലോ പറഞ്ഞിട്ട് അങ്ങനെ മൂഡ് മാറ്റിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ അമ്മേനെയും അച്ഛനെല്ലാം വണ്ടി കയറ്റിയിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് MRA റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് MRA റെസ്റ്റോറൻറ്റ്. അവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയി കഴിച്ചിട്ട് അവിടുത്തെ മസാല ദോശ. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ ഇവിടുന്ന് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മസാല ദോശ വാങ്ങി. ഏട്ടൻ വെള്ളയപ്പാന്ന് വാങ്ങിച്ചിട്ടുണ്ടായേ. അപ്പം നമ്മൾ വേഗം ചായ എല്ലാം കുടിച്ച്. MRAയിലത്തെ ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടുമല്ലോ, അതൊരു കുഴപ്പമാണ്. ചെറിയ കുഞ്ഞ് കപ്പിൽ കുറച്ചേ കിട്ടുമല്ലോ, പക്ഷെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചായ. അതുകൊണ്ട് ചായ എല്ലാം കുടിച്ച് മസാല ദോശയെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. പക്ഷെ ഇപ്പം മാറിയിട്ടാ, അല്ലെങ്കിൽ 3 ചമ്മന്തിയും വടിയെല്ലാം ഉണ്ടാവലുണ്ട്. ഇപ്പം 2 ചമ്മന്തിയേ ഉള്ളൂ. എനിക്ക് ചമ്മന്തി വേണ്ട ശരിക്കും മസാല ദോശക്ക്, എന്നാലും 3 എണ്ണം ഉണ്ടാവാറുണ്ട് പണ്ട്. ഇപ്പം കുറച്ചു അവരതെല്ലാം. അങ്ങനെ നമ്മൾ ഇപ്പം വരും ചായയെല്ലാം കുടിച്ച് ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്താന്നേ വണ്ടി വെച്ചേ. നല്ല വെയിൽ, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് ഇവിടെ തണലിൽ നിന്നു അല്ലേ മാവേ. അച്ഛൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ട് നമ്മളെ കൂട്ടും അല്ലേ. രാവിലെ എണീറ്റോടെ നിച്ചന് ഉറക്കമൊന്നും ശരിയായിട്ടില്ല കുഞ്ഞിക്കണ്ണ. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയിൽ കയറി. നല്ല വെയിലുണ്ട് കേട്ടോ. 10 മണി കഴിഞ്ഞതേ ഉള്ളൂ സമയം, പക്ഷെ നല്ല വെയിലാണ്. ചിരിക്കുന്ന ചേട്ടി. എന്നിട്ട് ഇനി നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്കാണേ. വീട്ടിൽ പോണ്ടേ? അതന്നെ ബാക്കി കാര്യം. പിന്നെ എവിടെയാ പോണ്ടേ? രമ്യ വല്യന്റെ അടുത്താ കള്ളിപ്പൂച്ചേ. അപ്പൊ അവര് വിട്ടു പാലക്കാടേക്ക്. ഒരു അത്ര ഉച്ചയാകുമ്പോഴേക്ക് 2 മണി ആ സമയം ആകുമ്പോഴേക്ക് എത്തുമല്ലോ. ഇനി നമ്മള് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാവേ. എവിടെയാന്നിപ്പാ പോയിനെ, എന്തെന്നാന്നിപ്പാ കഴിച്ചിനി, കുഞ്ഞാളാന്റെ വീട്ടില് പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചേന്, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചേന്. ബാങ്കി 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 ബും ബും, ബാങ്കി 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 ബും, ബാങ്കി 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 ബും ബും, ബാങ്കി 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 ബും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലും തുറക്കട്ടെ. സാധാരണ ഇതെല്ലാം അച്ഛനാ ചെയ്യല്. ഗേറ്റ് അടക്കല്, ഗേറ്റ് തുറക്കല്, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാല്. ഹലോ ചേച്ചി, എവിടെയാ പോയത് ചേച്ചി? പോയിട്ട് വന്നാ? എവിടെയാ പോയത് ചേച്ചി? പഞ്ചായത്താ? വാ കുട്ടി, ഇറങ്ങൂട്ടി. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് ഫ്രഷായി. സമയം 11 മണിയായിട്ടാ. അപ്പൊ ഉച്ചക്കേക്ക് നമുക്ക് ഇന്നലെ രാത്രി ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി നെയ്ച്ചോറും. അപ്പൊ അത് കുറച്ച് ഇരിപ്പുണ്ട്. ചിക്കൻ കറി ചൂടാക്കിയാൽ മതി. അത് ഇഷ്ടംപോലെ ഉണ്ട്. രാത്രി വല്യമ്മ വന്നിനല്ല. വല്യമ്മ ഇന്നലെ രാത്രി വന്നതാണ് ഇവിടെ. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ വല്യമ്മേനെയും കൂട്ടി. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ കയറാൻ പോവാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർ വന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയതാണ്. ചിക്കൻ കറി ഇഷ്ടംപോലെ ഉണ്ട്. അത് ചൂടാക്കിയാൽ എനക്കുമായിട്ടൊരു ലാവിഷാണ് ഉച്ചക്കേക്ക്. അതുപോലെ നെയ്ച്ചോറും കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ട്. അതും ചൂടാക്കിയാൽ മതി. ഓ, കുറച്ച് ചോറ് വെക്കാം വേണമെങ്കിൽ, ചുരു വേണമെങ്കിൽ. അപ്പൊ ചോറ് മാത്രം വെച്ചാൽ മതി. ദോശ മാവിൽ ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ
പോകുമ്പോൾ ദോശ ആക്കിനി എല്ലാവർക്കും. നമുക്ക് പിന്നെ വേണ്ടല്ലോ, ചുട്ട് വെച്ചിന്. പക്ഷെ നമ്മൾ മസാല ദോശ കഴിച്ചോണ്ട് അത് വേണ്ട. അപ്പൊ അതെല്ലാം എടുത്തു വെക്കണം. അതുകൊണ്ട് കാര്യമായിട്ട് ഇനി പണിയൊന്നുമില്ല. നിച്ചൂട്ടി ആടുന്ന് കാര്യമായിട്ട് മസാല ദോശ ഒന്നും കഴിച്ചിട്ടില്ല. നിച്ചുവിന്റെ സമയം ഒരെല്ലാം മാറിയില്ല ഇന്ന്. സാധാരണ 9 മണിയെല്ലാം ആകുമ്പോൾ എണീക്കുന്ന നിച്ചു ഇന്ന് 7 മണിയാകുമ്പോൾ 6:45 7 മണിയാകുമ്പോൾ എണീച്ചില്ല. അതുകൊണ്ട് മൂഡ് ശരിയില്ല. അപ്പൊ ഞാൻ കുറച്ച് കുട്ടി ദോശ ആക്കിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് അതെങ്കിൽ വയറിനറിയാണ്ട് പിന്നെ മൊത്തം മൂഡ് ശരിയുണ്ടാവില്ല. അതാക്കാൻ പോകുന്നേ. അപ്പൊ അമ്മയും അച്ഛനും പോയി. പോകുമ്പോ ഒരു സങ്കടമായി പോയി, പെട്ടെന്ന് കണ്ടു നിറഞ്ഞു പോയി. അതുകൊണ്ട് അമ്മക്കും എന്തോ മൂഡ് ഓഫായി. ഒരു ദിവസത്തേക്കാന്ന്, നാളെ വരുമോ, എന്നാലും അങ്ങനെ മാറി നിൽക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു സങ്കടം. സാറല്ല, പോയിട്ട് വരട്ടെ. അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വല്യമ്മയുണ്ട്, അച്ഛനും 3 ആളും കൂടെ അങ്ങനെ പോയിട്ട് വരട്ടെ. നമ്മളെ കുട്ടി ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും നിച്ചുവിനെ കൊണ്ടൊന്ന് തിന്നിപ്പിക്കട്ടെ. ഫോൺ വെച്ചോണ്ട് മറിച്ചിടാൻ പറ്റുന്നില്ല. ഫോൺ താഴെ വെച്ചിട്ട് ഞാൻ മറിച്ചിടട്ടെ. സെറ്റ്. അങ്ങനെ നിച്ചുട്ടിന്റെ പൊളിയെല്ലാം കഴിഞ്ഞേ. നിച്ചു കണ്ണ, ഞാൻ നെയ്ച്ചോറ് ഇന്നലെ ഉണ്ടായത് ഇതാ ആവി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇതാ ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ ഇന്നലെ. അതുകൊണ്ട് പിന്നെ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് അംഗൻവാടി പോണം, നിച്ചുട്ടിക്ക് വേറെ ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു തവണ അന്ന് പോയിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അത് എത്ര നാൾ കൂടുമ്പോൾ കൊടുക്കണ്ടേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇന്നലെ നമ്മുടെ ആശാ വർക്കർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് ഇന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് എന്തോ വിമുക്ത ദിനോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതുകൊണ്ട് 1 മണിയാകുമ്പോൾ ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. അപ്പൊ നിച്ചുട്ടിക്ക് ഇനി ചോറ് കൊടുത്തിട്ട് 1 മണിയാകുമ്പോൾ നമുക്ക് പോകണം. ഇപ്പൊ 12:30 അപ്പൊ സമയം നമുക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ. അപ്പം അങ്ങനെ അംഗൻവാടി കൊണ്ടുപോകണം നിച്ചുട്ടിനെ. പക്ഷെ നിച്ചുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇപ്പൊ അതെനിക്ക് ചെറിയൊരു പേടിയുണ്ട്, വാശിയാവുമെന്ന്. എന്നാലും കുളിപ്പിച്ചപ്പം കുറച്ചൊരു ഫ്രഷ്നെസ് ആയിട്ടുണ്ട്. ഇനി ഫുഡും കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പം നമ്മൾ റെഡിയായി, സമയമായി, ചടപടായി. ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നിച്ചുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ കുറച്ച് സമയം എടുത്ത്. വാങ്ങണ നിച്ചുട്ടി അംഗൻവാടി പോവുന്നേ. എൻ്റെ ചെരുപ്പ് കൊടുത്ത് വേഗം ഇറങ്ങട്ടെ. രാവിലെ പോകുമ്പോട്ട് ഡ്രസ്സ് തന്നെ ഇട്ട് വാ ഇറങ്ങ്, അമ്മ പൂട്ടട്ടെ. നമ്മൾ ബൈക്കിലാന്നേ പോന്നേ. ഏട്ടൻ ഇതായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കാറ് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വെയിലത്ത് ബൈക്കിന് പോകണം. ഇപ്പൊ വീടെല്ലാം പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങട്ടെ. ചെരുപ്പിട് നിച്ചുട്ടി, ചെരുപ്പിട്. കുഞ്ഞാവേ ഒരു കൊറേ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ട് ഗുളിക കൊടുക്കുകയെന്ന്. ഇത് പ്രസന്നേച്ചി നമ്മളെ ആശാ വർക്കറാണ്, അതുപോലെ തന്നെ നമ്മളെ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ് കേട്ടോ. അപ്പോൾ പ്രസന്നേച്ചി അവിടെ തന്നെ ഉണ്ടായിന്. തലേദിവസം എനിക്ക് മെസ്സേജ് അയച്ചതാണ് നാളെയാണ് വരണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗുളിക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ പൊടിച്ചിട്ടല്ല കൊടുത്തത്. നിച്ചുട്ടി കുറച്ചും കൂടെ കുഞ്ഞുവാവയല്ലേ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ വേണ്ട, ചവച്ചെടുത്തോ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അംഗൻവാടി ടീച്ചറും എല്ലാവരും ഉണ്ടായിന്. അപ്പോൾ നല്ല മോളായിട്ട് തിന്നിന് നിച്ചുട്ടി. എന്തായാലും ഗുളികയ്ക്ക് ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടല്ലോ. എനിക്ക് പേടിയുണ്ടായി നിച്ചുട്ടി തുപ്പുവോന്നെല്ലാം. പക്ഷെ ഇല്ല കേട്ടോ, പാവം ക്ഷമിച്ച് നിന്നിന്. അത് കഴിക്കുന്ന മരുന്നായാലും നിച്ചുട്ടി കുടിക്കാൻ മടി. പക്ഷെ വായിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുപ്പലില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആയിട്ട് ഇറക്കിക്കോളും പാവം. അപ്പോൾ ഗുളിക കുറച്ച് ചവച്ചിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തിന്നു. തിരക്കൊന്നും ഉണ്ടായില്ല. ഞാൻ വെച്ച് കുറേ ആളുണ്ടാവുമോയെന്ന് വെച്ചിന്. തിരക്കൊന്നുമില്ല. പിന്നെ നട്ടുച്ച സമയമായതുകൊണ്ട് അംഗൻവാടീൻ്റെ ഉള്ളിൽ പിള്ളേരെല്ലാം ഉറക്കുന്ന സമയമാണ്. പണ്ട് നമ്മളും പോയി കഴിഞ്ഞാൽ അംഗൻവാടിയിൽ ഒരു ഉറക്കമുണ്ടല്ലോ ഉച്ചക്ക്. പിള്ളേരാണെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്, ഉറങ്ങുന്നുമില്ല. ടീച്ചർ ഉറങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കളിക്കേണ്ട സാധനമെല്ലാം ഉണ്ടായിനി. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിച്ചുട്ടീനെ ഒന്ന് പരിചയമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിർത്തി. അതിൽ കയറുന്നില്ല. എനിക്ക് വേണ്ട, കയറണ്ട, ഞാനിങ്ങനെ ഉരുട്ടി കളിച്ചോളാന്ന് പറഞ്ഞിട്ട്. ഇനി 2-3 മാസം കഴിഞ്ഞാൽ ആയില്ലേ, അംഗൻവാടിയിലെല്ലാം പോകാനായില്ലേ, 3 വയസ്സായില്ലേ. അതുകൊണ്ട് ഒന്ന് പരിചയമാക്കണം. അതിന് മുന്നേ പോയിട്ട്. ഇതിപ്പോൾ അമ്മ കുഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന്. വെള്ളം തന്നിനാ ഗുഡ് ഗേൾ ആയിട്ട് വെള്ളം തന്നിനാ. അപ്പോൾ നമുക്ക് വീട്ടിലേ അങ്ങനെ നമ്മൾ വേറെ ഗുളികയെല്ലാം കൊടുത്തിട്ട് വന്നു. നല്ല അടിപൊളി കുഞ്ഞു മോളായിട്ട്, നല്ല മോളായിട്ട് കഴിച്ചു നീച്ചുട്ടി.
അത് ഞാനുണ്ടല്ലോ തലേ ദിവസേ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെ സെറ്റാക്കി വെക്കൂട്ടെ. ഇങ്ങനെ എന്തെങ്കിലും മറ്റേ വൈറ്റമിൻ മരുന്ന് കൊടുക്കുമ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഗുളിക കൊടുക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേന്ന് 1-2 വട്ടം പറയുമ്പോൾ അത് പിള്ളേരുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ അവിടെ പോകുമ്പോൾ അവർ അതുപോലെ ബിഹേവ് ചെയ്യും. അത് എവിടെ പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊരു ടിപ്പാണ് കേട്ടോ അമ്മമാർക്ക്. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിള്ളേരെ മുന്നേ പറഞ്ഞിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് അത് പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട്. എന്നാലും പെട്ടെന്ന് അവിടെ പോകുമ്പോൾ അവർക്ക് അയ്യോ എന്തിനാ വന്നേ എന്നാ ചെയ്യുന്നേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. അപ്പൊ ഇനിയിപ്പോ ആദ്യം വീണ്ടും ഡ്രസ്സ് മാറ്റി പഴയ ഡ്രസ്സ് തന്നെ ഇടട്ടെ, എന്റെ നിച്ചൂട്ടിനെ കുറച്ചു നേരം ഉറക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉറങ്ങി എണീറ്റിട്ട് കാണാം. അപ്പൊ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് നല്ലോണം ഉറങ്ങിയിട്ടാ. നിച്ചു ഉറങ്ങി, നിച്ചുവിന്റെ അടുത്ത് കിടന്നിട്ട് ഞാനും ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ എണീറ്റ് പിന്നെ പോവുകയെല്ലാം ചെയ്തില്ലേ. ഒരു പാലക്കാട് എത്തിയേ, ഉച്ചയാകുമ്പോഴേക്ക് എത്തി, 3 മണി അതിന് മുന്നേ എത്തിയേന്. എനിക്ക് വിളിച്ച് അവർ റൂമെല്ലാം എടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ചതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഉറങ്ങി എണീച്ച് ഇനി ചായ കുടിക്കണല്ലേ കണ്ണാ. അപ്പം അമ്മമ്മേനെ വിളിച്ച് വേഗം വരണേ എന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചതാണ് നിച്ചു ഇപ്പം. അപ്പം ഇനി ചായ കുടിക്കണം. ഒരു മന്ദത ഉണ്ട് അത്ര ഉറങ്ങി എണീച്ചതിൻ്റെ. എന്നിട്ട് പിന്നെ അടിച്ചുവാരലും അങ്ങനത്തെ പണിയെല്ലാം ഉണ്ട്. അപ്പം ചായ വെക്കട്ടെ. ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായയും ദോശയും ചിക്കനും ഒറ്റക്കിരുന്ന് അടിക്കുന്നുണ്ടോ? ഞാൻ നിച്ചുവിന് മുളച്ചേക്കല്ല, ഞാൻ നിച്ചുവിന് അംഗൻവാടിയിൽ പോകുന്നതിന് മുന്നേ ഫുഡ് കുറച്ച് ഓക്ക് കൊടുത്ത ബാക്കിയുള്ളത് കുറച്ച് കഴിച്ചതാണ്. പിന്നെ വന്നിട്ട് പിന്നെ ഒരു മൂഡ് ഉണ്ടായിട്ടാ കഴിക്കാൻ. അവിടെ പിന്നെ കഴിക്കാണ്ട് അങ്ങ് കടന്നുറങ്ങി. അവിടെ നല്ലോണം വിശക്കുന്നത്. ഏട്ടന് വേണമെങ്കിൽ തരാം. വേണ്ട, എടുത്തോ? വേണ്ട, അത് എടുത്ത് കൊണ്ടുവരുന്നതിന് മുന്നേ അല്ലേ പറയണ്ടേ? കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ വായിൽ വെച്ച് തരാൻ വേണ്ടിട്ട് കൊണ്ടുവന്നല്ലേ സ്നേഹത്തോടെ. ആ പിന്നല്ലാണ്ട്. ഞാൻ തിന്നട്ടെ, എനിക്ക് വിശക്കുന്ന. വെച്ചോ അമ്മേനെ ചോറയാക്കുന്നു. വെച്ചോ അമ്മേന്റെ കണ്ണിന് ദോശ വേണം. ഞാൻ അടിച്ചു വാരാൻ വരുമ്പോ കന്നാന്ന് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളാക്കി. ഇനി ഇലയൊന്നും പോവൂല. പിന്നെ സുന്ദരി വെള്ളത്തിൽ കളിക്കല്ല. കാറ് കഴുകാൻ പഠിപ്പിക്കാനൊന്നുമില്ല, വെള്ളാക്കിട്ട് ഇങ്ങനെ അരച്ചാ പോരെ. ആ പിന്നെ എനിച്ചുട്ടി മതി മതി ഓഫി കളിപ്പണ്ണേ. മേത്താക്കുന്ന ദൂരം പിടി ഉണ്ട്. കള്ളി പൂച്ചാവല്ല, വെള്ളത്തിൽ കളിക്കല്ല. അമ്മ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ വൈകുന്നേരം നിച്ചൂട്ടിൻ്റെ പ്ലേ ടൈമാണെന്ന് മുറ്റത്ത്. ആ സമയത്ത് ഏട്ടൻ കാറ് കഴുകുന്നുണ്ടായിന്. എൻ്റെ അടിച്ചു വാരലും എല്ലാം നടക്കും. നിച്ചൂട്ടി പിന്നെ ഇന്ന് വെള്ളം ആയതുകൊണ്ട് ഇത് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. എങ്ങനെയല്ലോ അത് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് കാറിൻ്റെ ഇങ്ങനെ മാറ്റെല്ലാം എടുത്ത് പുറത്തിട്ടിന്. അതിൻ്റെ മേലെല്ലാം കയറി നിന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ വേഗം അടിച്ചു വാരി കഴിഞ്ഞാൽ ആ പണി അങ്ങ് കഴിഞ്ഞല്ലോ. നമുക്ക് അധികം മുറ്റും പറമ്പൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മുന്നിലും പിന്നെ അതുപോലെ തന്നെ സൈഡിലും അടുക്കളപ്പുറം വരെ ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ച് ദൂരമായി. അവിടെ മുരിങ്ങ ഇലേൻ്റെ കുഞ്ഞു കുഞ്ഞു ഇലകളെല്ലാം വീണിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഈ മാവിൻ്റെയും ജാതിൻ്റെയും ഇലയും അങ്ങനെ കുറച്ച് ഇലകൾ ഉണ്ടാവും, അധികം മുറ്റില്ലെങ്കിലും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് ചിള്ളിക്കഴിഞ്ഞാൽ അങ്ങനെ നീറ്റായിട്ട് അങ്ങനെ കിടന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം അങ്ങ് ചിള്ളുകയാണ്. നിച്ചുട്ടി വാശി പിടിക്കുന്നുണ്ട്, അത് വേണം ഓണാക്കുന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം വെള്ളത്തിൽ കളിക്കാൻ അധികം വിട്ടൂടെ. ഇപ്പം കോൾഡെല്ലാം മാറിയതല്ലോ, അതുകൊണ്ട് പേടിയാണ്. ഇപ്പം വരുമ്പോഴേ പേടിയാണ്. അതുകൊണ്ട് ഞാൻ വേഗം അവിടുന്ന് മാറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിച്ചു അവിടുന്ന് മാറാം. എന്ത് പെട്ടെന്നാ പോന്ന്. ഞാൻ നിച്ചുട്ടിക്ക് ഇതാ രാവിലത്തെ ദോശമാവിൽ കുറച്ച് ഉള്ളിയും കടുകും കറിവേപ്പിലെല്ലാം വഴറ്റിയിട്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തേ. എങ്ങനത്തെ ഉണ്ണിയപ്പം നെച്ച ഇഷ്ടായിനടാ? സൂപ്പറാ? മോള് തിന്നോ? സൂപ്പറാടാ. ചുട്ടി കുറച്ചു നേരം TV എല്ലാം കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുകയെന്ന്. 7 മണിയായി സമയം അല്ലേ കണ്ണാ? നമുക്ക് രാത്രിയേക്ക് എനക്കും ഏട്ടനും ദോശ ആക്കാനുണ്ട്. നിച്ചൂട്ടിക്ക് ഞാൻ ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ടല്ലോ, അതുണ്ട്. ചോറ് കൊടുക്കാം. എന്തെങ്കിലും കറി ജസ്റ്റ് പരിപ്പോ എന്തെങ്കിലും അടിക്കണം. നിൽക്കാൻ ഉണ്ണിയപ്പം ഇപ്പം തിന്നാൻ, രാത്രിക്ക് ചോറ് ഉറങ്ങാനാകുമ്പോട്ടാ. അതാണ്. അതുകൊണ്ട് വലിയ പണിയില്ല. കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം കഴുകിയിട്ട് സെറ്റാക്കണം. അപ്പം നിച്ചൂട്ടിക്ക് ബോറടിക്കുന്നത്, ആരും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചോണ്ട് അമ്മ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയതാണ്. അപ്പം ഈ തിന്നുന്നവരെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. എന്നിട്ട് പാത്രം കഴുകലും പിന്നെ കുളിയും എല്ലാം ബാക്കിയുണ്ട് അത്രേ. കുളിയെല്ലാം കഴിഞ്ഞ് ഏട്ട ഫുഡ് കഴിച്ചു. നിച്ചുട്ടി ഞാനും കഴിക്കണം അത്രേ. അപ്പോൾ ഞാൻ അവിടെയെല്ലാം ക്ലീൻ ആക്കി ഇടേന്ന്. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ഹെഡേക്ക് ഉണ്ട്. ചിലപ്പോൾ ഉച്ചക്ക് വെയിലെല്ലാം പോയതുകൊണ്ടായിരിക്കും. എനിക്ക് വെയിൽ കൊണ്ടാൽ ഹെഡേക്ക് വരാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകിത്തരാം കുറച്ചുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കഴുകി തരുന്നുണ്ട് കേട്ടോ. അമ്മയുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ ഏട്ടൻ അങ്ങനെ കാര്യമായിട്ട് പണിയെടുക്കാനൊന്നും വരത്തില്ല. പക്ഷെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. നിച്ചുട്ടിക്ക് നമ്മൾ രണ്ടാളും അടുക്കളയിലുണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേക ആവേശമാണ്. എന്തെല്ലോ ചെയ്യാൻ വേണ്ടി പാത്രം എടുക്കലും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വന്നോളും. ഇപ്പം എന്നെ നിന്ന് ചീത്ത പറയുന്നു കേട്ടോ. ഞാൻ ആ ഫോണ് ആണ്ട് ട്രൈപോഡിൽ വെച്ചത് എടുക്കാൻ പോയപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചോണ്ട് എന്നാ കളിക്കുന്നമ്മേ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നു. അപ്പോൾ ഏട്ടൻ ആ പാത്രം കഴുകി തന്നുകൊണ്ട് ആ സമയം കൊണ്ട് എൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇവിടെയെല്ലാം തുടച്ചിട്ട് അടുക്കളയിലും എല്ലാം തുടച്ചിട്ട് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമായി. ഇനി 1-2 പാത്രം ഉണ്ടാവും, ചോറിൻ്റെതും മറ്റേ ചിക്കൻ കറീൻ്റെ എല്ലാം. അത് ഞാനും നിച്ചൂട്ടിയും കഴിച്ച ശേഷം അതൊഴിച്ചിട്ട് അങ്ങനെ കഴുകി വെക്കാം. അപ്പോഴേക്കും തന്നെ നിച്ചൂട്ടി വലിക്കാൻ തുടങ്ങി കേട്ടോ. മതി അമ്മ അടുക്കളയിൽ നിന്നത് മതി, വാ എൻ്റെ കൂടെ കളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം രാത്രി 10 മണിയായി. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇതാ കുറച്ച് പാത്രം കൂടി ഉണ്ട്. നേരത്തെ ഏട്ടൻ കഴുകി തന്നു, എന്നാലും ഫൈനൽ ഒഴിച്ച കുറച്ച് പാത്രമുണ്ട്. അതും കൂടെ കഴുകിയിട്ട് തന്നെ കിടന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അത്രയേ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഇനി കിടന്നുറങ്ങണം. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ